ഗവൺമെന്റ് ദുരന്തമുണ്ടായി ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ആവശ്യപ്പെട്ട അഥവാ ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17-ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ച 3 ആവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഗവൺമെന്റിനോട് 3 ആവശ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അതിലൊന്നാണ് മേപ്പാടിയിലെ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ എന്ന വിഭാഗത്തിൽ പെടുത്തണം. എന്തിനാണ് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ എന്ന വിഭാഗത്തിൽ പെടുത്തണം എന്നാവശ്യപ്പെട്ടത് എന്ന് തുടർന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 2005-ൽ പാർലമെന്റ് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം നിലവിലുള്ള ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കടങ്ങൾ ലഭ്യമാകാനും അവസരം കൊടുക്കുന്ന ഒരുപക്ഷെ പാർലമെന്റ് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 13. ഒരുപക്ഷെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭ്യമാകാൻ കഴിയുന്ന ഒരവസരം. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കൈപ്പിടിയിലുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് ആ 3 വാർഡുകളിലായി ദുരന്തബാധിതർ എടുത്തിരുന്ന മുഴുവൻ കടങ്ങളും എഴുതി തള്ളി ഒരു മാതൃക കൂടി കാണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് ഒരഭിപ്രായവും ഇതിൽ പറഞ്ഞിട്ടില്ല. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസായി നമുക്ക് ലഭ്യമാകണമെന്ന ആവശ്യവും ഇതുവരെ ഒരക്ഷരവും മുണ്ടിയിട്ടില്ല. ഇതിൽ തന്നെ 154 ദിവസത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘമായിട്ടുള്ളൊരു പ്രക്രിയയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം സുമോമോട്ടോ ഇത് കേസെടുത്ത ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ പലരും തെറ്റായി പറയുന്നത് പോലെ നമ്മുടെ ഉന്നതരായിട്ടുള്ള ചില ആളുകൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ മെമ്മോറാണ്ടം നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ PDNA നവംബർ 13-ന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി PDNA പ്രകാരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ NDRFന്റെ ദുരന്ത നിവാരണ നിധിയുടെ ഒരു പുതിയ സ്കീമായിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോയിൽ നമ്മൾ കൊടുത്തതാണ് PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2221 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞതാണ്. അതും നവംബർ 13-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ കേരളം സമർപ്പിച്ചു. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അംഗീകരിച്ചു എന്നുള്ളതാണ്. IMCT ഓഗസ്റ്റ് 9, 10 തീയതികളിൽ കേരളത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ അവരുടെ പരിശോധന പൂർണ്ണമായും പൂർത്തീകരിച്ചതാണ്. എന്തിനാണ് IMCT വരുന്നത്? എല്ലാ ദുരന്തത്തിനും IMCT വരില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വരുന്നത് ഈ ദുരന്തത്തിന്റെ പരിഗണന ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് 154 ദിവസം കഴിഞ്ഞിട്ടാണോ കേരളത്തെ അറിയിക്കേണ്ടത്? അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെയും അറിയിക്കേണ്ടത്? IMCT ഞങ്ങൾക്ക് മനസ്സിലായത് 1 മാസത്തിനുള്ളിൽ അവരുടെ ടീം കേരളത്തിൽ കണ്ട ദുരന്തം മനസ്സിലാക്കി കേരളം ഉദ്ദേശിച്ച വിധത്തിൽ ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചർ അതിതീവ്രമായിട്ടുള്ള ദുരന്ത പട്ടികയിൽ പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കന്ന് മനസ്സിലായത്. ഹൈ ലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ആ ശുപാർശ HLC കൂടുന്നത് വരെ 2 മാസക്കാലം IMCT നൽകിയിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിൽ ഇരുന്നു. ഇനി ഹൈ ലെവൽ കമ്മിറ്റി യോഗം നടന്നതിന് ശേഷം സംസ്ഥാനത്ത് അയക്കുന്ന ഒരു കത്ത് തന്നെ ഡിസംബർ മാസം ആദ്യത്തിലാണ്. ആ കത്തിൽ അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തില്ല. നോക്കൂ, IMCT 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് 2 മാസക്കാലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കസ്റ്റഡിയിലിരുന്നു. അതിനുശേഷം HLC കൂടാനുള്ള മഹാനുഭാവത്വം ഗവൺമെന്റിനുണ്ടായി.
എന്നാൽ അത് കൂടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയിക്കണ്ടേ. ഇപ്പം ഇന്നലെയാണ് നമ്മൾ 28-ാം തീയതി വീണ്ടും കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സിവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് 5 മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ളൊരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായത്. നമുക്ക് ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായേനെ. IMCTയുടെ സംഘം ഓഗസ്റ്റ് 9, 10, 11 തീയതികളിൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ചുപോയി. ഓഗസ്റ്റ് 17-ാം തീയതി കേരളം അതിൻ്റെ നഷ്ടത്തെ സംബന്ധിച്ച് ആദ്യ മെമ്മോറാണ്ടം കൊടുത്ത് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം വിശദീകരിച്ച് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് അങ്ങ് ചൂരൽമലയിൽ സന്ദർശിച്ച വേളയിൽ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു കത്തുകൂടി ഇതാ എന്നും പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മാസം എടുത്തോട്ടെ, 2 മാസത്തിനുള്ളിലെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുണമായേനെ. UN സ്ഥാപനങ്ങൾ, NGOകൾ അവരുടെ കയ്യിൽ നിന്നുള്ള അധിക സാമൂഹിക സഹായം നമുക്ക് കിട്ടാൻ ഉപയുക്തമായേനെ. പക്ഷേ ഇപ്പം 5 മാസക്കാലം കഴിഞ്ഞു, ഇനിയും നമ്മളതിൻ്റെ പരിശ്രമം തുടരും. പക്ഷെ 5 മാസക്കാലത്തിനിടയിൽ രാജ്യത്തെ പലയിടങ്ങളിലും പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി. അവരൊക്കെ ഈ ആവശ്യവുമായി സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികളെ സമീപിക്കും. ഉണ്ടായി ഉടനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളാകുമായിരുന്നേനെ ആദ്യം ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. കേരളത്തിന് ചില ആശയങ്ങൾ ഇനിയുമുണ്ട്. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്ലക്സി ഫണ്ടുകളുണ്ട്. അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ 25% ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും. സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ 50% ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ രാജ്യത്തെ MP-മാരോട് ഇവിടുത്തെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അവരുടെ സഹായങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെടാൻ കഴിയും. ഇക്കാര്യങ്ങളിലൊക്കെ 5 മാസത്തിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കത്ത് ഔപചാരികമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 154 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് കിട്ടിയതെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും. കോടതിയും ഗവൺമെൻറ്റും നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ട് 153 കോടി രൂപ ഇവിടെയുള്ള പണത്തിലെ STRF തുകയിൽ നിന്ന് 50% 153 കോടി രൂപ ഉപയോഗിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് കോടതിയെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്തത് എന്നതും ഏറെ അപമാനകരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല. പക്ഷേ HLC കൂടിയിട്ട് ഇത് തീരുമാനിച്ചു എന്ന് നമ്മൾ ഇന്നലെയാണ് അറിയിക്കുന്നത്. പക്ഷേ ആ HLC കൂടി ഒരു കാര്യം പറഞ്ഞു, നമ്മളെ വേറെ ഒരു അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ. ഞങ്ങൾ 153 കോടി രൂപ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് HLCയിൽ തന്നെ ഈ പ്രശ്നവും ചർച്ച ചെയ്തിട്ടുണ്ടാകില്ലേ? എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര വൈകുന്നത്? 153 കോടി രൂപ കേരളത്തിന് എങ്ങനെ തന്നു എന്നാണ് പറയുന്നത്. കോടതി പോലും പറഞ്ഞല്ലോ, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി, STRFൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ആ തുക അനുവദിക്കാനാകുമോ? അതിലൊരു അഭിപ്രായമില്ല. STRFിൽപ്പെട്ട 153 കോടി രൂപ ഞങ്ങൾ ഹൈ ലെവൽ കമ്മിറ്റി കൂടി കേരളത്തിൽ ബാക്കിയുള്ളതിൻ്റെ 50% കേരളത്തിന് തന്നെ അനുവദിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണത്. ആ 153 കോടി രൂപയിൽ ഇപ്പോൾ അവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 814ഓളം കുടുംബങ്ങളുടെ വാടക കൊടുക്കാൻ പറ്റുമോ? ആ പണം എടുക്കാൻ അനുവദിക്കുമോ? കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കില്ലല്ലോ. 1038 കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി കൊടുത്ത 10,000 രൂപയിൽ 5,000 രൂപ മാത്രമേ STRFിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കി 5,000 ഈ സംഖ്യയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് പറയാനാകുമോ കേന്ദ്ര ഗവൺമെൻറ്? ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, 2005 പാർലമെൻറ്റ് പാസ്സാക്കിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് സെക്ഷൻ 13. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആസ്പിരേഷണൽ ജില്ലകളിൽ 112 ജില്ലകളിലൊന്നാണ് വയനാട്. കേന്ദ്ര ഗവൺമെൻറ് സാമൂഹികമായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള 112 ജില്ലകളെ ഇന്ത്യയാകെ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ജില്ല വയനാട് ജില്ലയാണ്. ആ ജില്ലയിലുണ്ടായൊരു ദുരന്തം ഇപ്പോൾ
അതിതീവ്ര ദുരന്തമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ HLC തീരുമാനിച്ചിട്ടും സെക്ഷൻ 13 അനുസരിച്ച് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പുതിയ ആവശ്യങ്ങൾക്കോ വേണ്ടി കേന്ദ്ര നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. ഇന്നലെ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. ഇതുമായി ബന്ധപ്പെട്ട് 250 കോടിയുടെ അടിയന്തര സഹായത്തിൽ ഇതുവരെ തീരുമാനമായില്ല. 2 മാസം അതിതീവ്ര പരിഗണനയിൽ വരേണ്ടത് ഇത്ര ദിവസം വൈകിയാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം കൂടി ഉന്നയിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ.